പാലസ് ഓൺ വീൽസ് എന്ന പേരിൽ ചലിക്കുന്ന കൊട്ടാരങ്ങൾ പോലെ ഭാരതീയ റെയിൽവേ ആഡംബര സർവീസ് നടത്തി പരീക്ഷണം നടത്തിയത് 43 വർഷം മുൻപാണ്. രാജസ്ഥാനിലെ വിനോദസഞ്ചാര മേഖലയെ ബന്ധിപ്പിച്ച് വിദേശ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടായിരുന്നു 1982 ജനുവരി 26 ട്രെയിൻ സർവീസ് ഉദ്ഘാടനം ചെയ്തത്. വേണ്ടത്ര ആസൂത്രണം ഇല്ലാഞ്ഞിട്ടാവണം ഇക്കാലത്തിനിടെ റെയിൽവേക്ക് അതൊരു മികച്ച സേവന മേഖലയാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ മോദി സർക്കാരിന്റെ ആസൂത്രണത്തിൽ ഭാരതീയ റെയിൽവേക്കുണ്ടായ മാറ്റം വമ്പിച്ചതാണ്. റെയിൽ യാത്ര ഇന്ന് ആകാശയാത്രയേക്കാൾ ആനന്ദവും ആവേശവും നൽകുന്നു എന്ന് മാത്രമല്ല, അതിൽ നിന്ന് സർക്കാരിനുള്ള വരുമാനവും വലുതാണ്. ഏറ്റവും പുതിയ റെയിൽവേ സംരംഭം വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസാണ്. ഭാരതത്തിലെ വ്യാപകമായ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നായ ദീപാവലിയിൽ ഈ റെയിൽ സർവീസ് ഉദ്ഘാടനം ചെയ്യപ്പെടും. തടി ഇരിപ്പിടത്തിൽ നിന്ന് ആവശ്യക്കാർ ആഗ്രഹിക്കുന്ന പരമാവധി സൗകര്യത്തിലേക്ക് റെയിൽ കുതിക്കുന്ന കാഴ്ചയാണ് വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ്. അതിവേഗം പരമാവധി 180 കിലോമീറ്റർ മണിക്കൂറിൽ എന്നത് മാത്രമല്ല പ്രത്യേകത. ഏറ്റവും മികച്ച ആഡംബര ഹോട്ടലിൽ താമസിക്കുന്നവർക്ക് ലഭിക്കാവുന്നതിന് തുല്യമായ സൗകര്യങ്ങൾ ഉൾപ്പെടുന്ന ഫസ്റ്റ് ക്ലാസ് യാത്രാ സൗകര്യമാണ് വന്ദേ ഭാരത് സ്ലീപ്പർ നൽകാൻ പോകുന്നത്. ദീർഘദൂര യാത്രകൾക്കാണ് ഇത്. പ്രീമിയം രാജധാനി എക്സ്പ്രസ് ട്രെയിനുകളെ അപേക്ഷിച്ച് വേഗമേറിയതും കൂടുതൽ സുഖകരവുമായ യാത്രാനുഭവം യാത്രക്കാർക്ക് നൽകും. പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായില്ല എങ്കിൽ കുറഞ്ഞത് 160 കിലോമീറ്റർ വരെ വേഗമുണ്ടായിരിക്കും. മണിക്കൂറിൽ 180 കിലോമീറ്റർ പരമാവധി വേഗവും മണിക്കൂറിൽ 160 കിലോമീറ്റർ പ്രവർത്തന വേഗവും. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിൽ പാസഞ്ചർ കോച്ചുകളുണ്ട്. അതിൽ 11 AC 3 ടയർ കോച്ചുകളും 4 AC 2 ടയർ കോച്ചുകളും 1 AC ഫസ്റ്റ് ക്ലാസ് കോച്ചും ഉണ്ടായിരിക്കും. പ്രത്യേക രാത്രി വെളിച്ചം, വിഷ്വൽ ഡിസ്പ്ലേകളുള്ള സംയോജിത അറിയിപ്പുകൾ, CCTV, മോഡുലാർ പാൻട്രി യൂണിറ്റുകൾ എന്നിവയും ഉണ്ടാവും. യൂറോപ്യൻ റെയിൽ സംവിധാനങ്ങളുടെ മാതൃകയിൽ വന്ദേ ഭാരത് സ്ലീപ്പർ സുസജ്ജമായ കോച്ചുകളും കുഷൻ ബർത്തുകൾ ഉപയോഗിച്ച് മെച്ചപ്പെട്ട സുഖ സൗകര്യങ്ങളും ഉണ്ടാവും. വേഗം കയറാൻ പാകത്തിൽ മുകൾ ബർത്തിൽ കയറാനുള്ള സംവിധാനവും. വിമാനങ്ങളിലെ പോലെ ആധുനിക ബയോ വാക്യൂം ടോയ്ലറ്റുകളും ഉണ്ടാവും. AC ഫസ്റ്റ് ക്ലാസ്സിൽ ചൂടുവെള്ളത്തിൽ ഷവർ ബാത്തും നടത്താം. സുരക്ഷാ സംവിധാനങ്ങളും ഏറെയാണ്. ട്രെയിനുകളിൽ തദ്ദേശീയമായി നിർമ്മിച്ച കവച് ആന്റി കൊളിഷൻ സിസ്റ്റവും ഉണ്ട്. ഒപ്റ്റിമൽ ഊർജ്ജ ഉപയോഗത്തിനായി അവ പുനരാവർത്തന ബ്രേക്കിംഗ് സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുന്നു. നിലവിൽ ഭാരതത്തിൽ ഉടനീളം 150 ചെയർ കാർ വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകൾ നടത്തുന്നു. പകൽ സമയത്തെ ഇവ സർവീസ് നടത്തുന്നുള്ളൂ. സ്ലീപ്പർ സർവീസുകൾ വരുന്നതോടെ രാത്രി യാത്രക്കാർക്ക് സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഓക്യുപ്പൻസി നിരക്ക് 2024-25 102.1%. അത് ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദം 105.3%. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഏകദേശം 17,000 ജനറൽ നോൺ എയർ കണ്ടീഷൻ കോച്ചുകൾ ഉൽപ്പാദിപ്പിക്കും.